തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് ഭക്ഷ്യ ബന്ധപ്പെട്ട സംരംഭങ്ങൾ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലും എല്ലാ രാജ്യങ്ങളിലും വർദ്ധിച്ചു വരികയാണ്. ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നവർ വളരെ നന്നായിട്ട് വളരെ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ഭക്ഷണശാലകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഒരു ലൈസൻസ് എടുത്ത് നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ സർക്കാരിന് ഗവൺമെൻറ്റിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അതിലുപരി നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഒരു എത്തിക്സാണ് നമ്മളിലേക്ക് എത്തുന്ന ഒരു അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക. വളരെ മികച്ച നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു, അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു അതിഥി എത്തിയാൽ ഏറ്റവും മികച്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങളുടെ ഒരു കർക്കശ്യമില്ലായ്മ കൊണ്ടോ പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം, ഇപ്പോൾ ഒരാൾക്കൊരു ഫുഡ് ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ എത്ര സ്റ്റാഫ് അല്ലെങ്കിൽ അവിടെ എംപ്ലോയ് ചെയ്യുന്ന ആളുടെ ഒരു ക്വാളിറ്റി, അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കാലക്രമേണ ഇതൊക്കെ മാറും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക എന്ന നിലയിൽ നല്ല ഭക്ഷണങ്ങൾ ഇപ്പോൾ എത്രയോ നല്ല റെസ്റ്റോറൻറ്റ്സുകളിൽ വളരെ സുരക്ഷിതമായിട്ട് കേരളത്തിൽ ഷവർമ്മ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെയാണ് ഓരോ ഭക്ഷണശാലകളും നല്ല മികച്ച രീതിയിൽ തട്ടുകടകൾ നടത്തി സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുന്ന തട്ടുകടകളുമുണ്ട്. ഓടവരമ്പിൽ അല്ലെങ്കിൽ എലികൾ ഓടിപ്പോകുന്നിടത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന തട്ടുകടകളുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെയും കൂടെ ഒരു ചോയ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫുഡ് ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അല്ല FSSAയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, നമ്മൾ അതിനകത്ത് പാലിക്കപ്പെടുന്നുണ്ടോ. കാരണം അതിനൊരു ആ ഓഫീസേഴ്സിന് വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തവണ വന്ന് കണ്ട് നമ്മുടെ ഒരു സ്ഥാപനം കണ്ട് വിലയിരുത്തിയിട്ടാണ് അവരത് തരിക. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എവരിഡേ ആർക്കും വന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രമല്ല ഭക്ഷ്യസുരക്ഷ കിട്ടുക, അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ലൈസൻസ് കിട്ടിയത് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള രീതിയിലല്ലല്ലോ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ഉദാഹരണത്തിന് പറഞ്ഞപ്പോൾ മദ്യം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കേരളത്തിൽ ഒരുപാട് പേർക്ക് മദ്യം ഉണ്ടാക്കാൻ അറിയാം എന്ന് കരുതി വീട്ടിൽ മദ്യം ഉണ്ടാക്കി വിൽക്കാൻ പറ്റുമോ? കാരണം അതിനൊരു ഡിസ്റ്റിലറിയിൽ ഒരു നിയമമുണ്ട്, അതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഗുണനിലവാരങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു ലൈസൻസ് മാത്രമല്ല, അതിൻ്റെ എല്ലാവിധ തരത്തിലുള്ള പരിജ്ഞാനങ്ങളും അറിയുന്നവർ ഇത് തുടങ്ങുകയും അത് പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് നിരന്തരമായിട്ട് അത് മേക്ക് ഷുവർ ചെയ്യുക. അതൊരു ചെക്ക് ലിസ്റ്റ്, ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സ് വരുമ്പോൾ മാത്രം നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കുക എന്ന നിലയിലേക്കല്ല പോകേണ്ടത്. എന്നും ഏത് സമയത്തും അവർ വരാതിരിക്കാം. വന്നാലും വന്നില്ലെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ വരുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, നമ്മളവിടെ കിച്ചണിൽ എടുക്കുന്ന ഹൈജീൻ, നമ്മളവിടെ ഒരു കാര്യങ്ങൾ എക്സ്പയർ ചെയ്യാൽ അത് തീർച്ചയായിട്ടും അത് കസ്റ്റമറിന് പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഭക്ഷണം സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റികൾ നമ്മൾ ഉണ്ടാക്കുക. കാരണം ഇപ്പോൾ ടെക്നോളജി ആയിട്ടും അല്ലെങ്കിൽ അല്ലാതുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നതാണ്, കാരണം ഇതിൻ്റെ ഒരു കോസ്റ്റ്. മലയാളികൾ ചിന്തിക്കുന്നത് വില കുറഞ്ഞ ഭക്ഷണം എവിടെ കിട്ടുന്നോ അവിടെ പോയി കഴിക്കാനുള്ള. വില കുറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ ഇതാണ് അതിൻ്റെ ഒരു കഥ. അവിടെ ആരാണ് അവിടെ ഉണ്ടാക്കുന്നത്, ഏത് സാഹചര്യത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നത്, എവിടുന്ന് വരുന്ന ഭക്ഷണങ്ങളാണ് അവർ വാങ്ങിക്കുന്നത്. മാർക്കറ്റിൽ വില കുറഞ്ഞ ഭക്ഷണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ വില കൂടിയതുമുണ്ട്. അപ്പോൾ വില കൂടിയത് മാത്രം കൊണ്ട് ഗുണനിലവാരം ഉണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ പോലും ആ ഒരു നല്ല ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ അതിനൊരു വിലയുണ്ട്. ആ വില കൊടുക്കാൻ മലയാളികൾ തയ്യാറാവണം. കാരണം നമ്മളൊരിക്കലും വളരെ വില കുറഞ്ഞ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ച് അസുഖങ്ങളെത്തി പിന്നീട് ഒരു മെഡിക്കൽ റീസണിൽ നമ്മൾ എന്തോരം പണമാണ് ചിലവാക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സാണ് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏതൊരു ഭക്ഷണശാല തുടങ്ങിയാലും നമ്മളവിടെ എടുക്കുന്ന തൊഴിലാളികൾ അത് വളരെ പ്രധാനമാണ്. അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു രീതിയിൽ ഒരു സംരംഭകൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം നാളെ നമ്മളിപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ അവിടുത്തെ ജനറൽ മാനേജർ അല്ലെങ്കിൽ നടത്തിപ്പുകാരൻ്റെ എതിരെയൊക്കെ കേസാവുകയും അവരുടെ ജീവിതമൊക്കെ ദുരിതത്തിലാവും. അവർ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇതൊരു നെഗ്ലിജൻസ് പല രീതിയിൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായെന്നുള്ളത്. അത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ മാത്രം ക്രൂശിലേറ്റാതെ അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഓരോ ആൾക്കാരുടെയും ഉത്തരവാദിത്വമാണ്.